ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കുറച്ച് പച്ചക്കറികളാണ്. അതിൽ നമുക്ക് ചീരയുണ്ട്, മുളകുണ്ട്, കാന്താരി മുളക്, മൂരുമുളക്, നീലമുളക്, പിന്നെ പയറുണ്ട്, കയ്പുണ്ട്, വെള്ളരി ഉണ്ട്, അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ഉണ്ടായിട്ട് ചീര കട്ട് ചെയ്ത് ആവശ്യങ്ങൾക്ക് എടുത്തതിന് ശേഷം പിന്നെയും ഉണ്ടായി വരുന്നതാണ്. ചീര നമുക്ക് 3 വെറൈറ്റി ഉണ്ട്. ഇതിപ്പം പച്ചച്ചീരയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇതിന് നമ്മൾ സുന്ദരിച്ചീര എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ലൊരു പിങ്ക് കളറായിരിക്കും, നല്ല ഗ്രീൻ കളറിലുള്ള ലീഫായിരിക്കും. പിന്നെ നമ്മുടെ ചുവപ്പ് ചീരയാണ്. ചീര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ഉള്ളതാണ്. കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു പച്ചക്കറി വിഭാഗമാണ് ഈ ചീര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പയറിൻ്റെ തൈകളാണ്. ഇത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കയറിലേക്ക് വെച്ചിട്ട് പന്തൽ പോലെ പടർത്തി കൊടുക്കാം. അതുപോലെ തന്നെ മുളകിൻ്റെ തൈകളുണ്ട്. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കരിമ്പ് നട്ടിട്ടുണ്ട്. കരിമ്പിൻ്റെ ചെറിയ തൈകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ തന്നെ കുറച്ച് വലുപ്പമായി നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാക്കിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന മുളകും ഉണ്ട്. ഏകദേശം പാകമായതൊക്കെ ഉണ്ട്. വിത്തിന് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി 30 ശേഷം പറിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ അടുക്കളയിലേക്ക് വേണ്ട ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഇതുപോലെ ടെറസിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ചീരത്തൈകളുണ്ട്. നമ്മൾ വിത്തിനിട്ടതായിരുന്നു, നല്ലോണം മുളച്ചിട്ടുണ്ട്. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെ ഗ്രോ ബാഗുകളിലാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കയറിൻ്റെ ചെടിയാണ്. നമ്മളൊരു കയർ ഉപയോഗിച്ച് മുകളിലേക്ക് പന്തൽ പോലെ പടർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കുറേ ആയതാണ്. ഇതിപ്പോൾ 2ാമതും 3ാമതൊക്കെ ആയിട്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം വീണ്ടും പയറുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കയ്പ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കയ്പ ഇത് ചെറുതായിരുന്നു, നമ്മൾ കെട്ടാനൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലായത് കാരണം നന്നായിട്ട് ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ നമുക്ക് വളർത്തുന്നതുകൊണ്ട് നല്ലതാണ്. പക്ഷേ ഈ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആകുമ്പോൾ ചെടികൾ നല്ലോണം നശിച്ചു പോകാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെയിലൊക്കെ എത്ര തന്നെയാണെങ്കിലും നമുക്ക് മഴക്കാലത്തിനെക്കാട്ടും കൂടുതൽ ഈ ഒരു സമയത്ത് തന്നെയാണ് പച്ചക്കറി കൂടുതലായിട്ടും വിളവെടുക്കാനൊക്കെ പറ്റുന്നത്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ്. ഗ്രോ ബാഗൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചാണകപ്പൊടി തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ള വളങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. ടെറസിലൊക്കെ വെക്കുകയാണെങ്കിലും കുറച്ച് തണൽ കിട്ടുന്ന ഭാഗത്തായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചൂട് കൂടുതലുള്ളത് കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് 2 നേരമെങ്കിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ കറക്കിയെടുക്കുന്ന മുളകും ഉണ്ട്. സാധാരണ നീലമുളകൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണക്കിയിട്ട് ഉപ്പിലിട്ട് ഉണക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് മുളക്. കറികൾക്കുള്ള ആവശ്യങ്ങൾക്ക് പുറമെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം മുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ചീര നമ്മൾ കറീൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ഇത് നമ്മൾ 2 ആഴ്ച മുന്നേ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തായിരുന്നു. വീണ്ടും ഇത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3-4 ദിവസം തന്നെ ചീര കറി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ചുവന്ന ചീരയും നമ്മൾ എടുത്തിട്ടുണ്ട്. കറിക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് മതി. ഉപ്പേരിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലുള്ളപ്പോൾ ഉപ്പേരിക്കായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോവൽ കൃഷിയുണ്ട്. കോവൽ കൃഷി നമ്മൾ ഇതുപോലെ തന്നെ പന്തലിട്ടിട്ടാണ് വളർത്തിയിരിക്കുന്നത്. വിളവെടുക്കാൻ പാകമായ കുറച്ച് കോവയ്ക്കുണ്ട്. അത് നമുക്ക് പറിച്ചെടുക്കണം. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റെമ്മ് താഴത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് പടർത്തിയിട്ട് പിന്നെ മുകളിലേക്ക് കയറിൽ വലിച്ച് കെട്ടിയിട്ട് മുകളിലൊരു പന്തൽ പോലെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിറച്ചും കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അധികം നമ്മൾ കോവക്ക എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ പല കൃഷികളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമ്മുടെ ഈ ചെറിയൊരു കൃഷി രീതികൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉപകരിക്കാവുന്നതാണ്. രാസവളമൊന്നും ചേർക്കാതെ നമ്മളെ വീട്ടിലുള്ള ചാണകപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.